പേജിലോ ഞാൻ എൻ്റെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടിലോ ഞാൻ എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ 300 താഴെ ആളുകളെയാണ് വിളിച്ചത്. വിളിക്കുന്ന പല സുഹൃത്തുക്കളെയും വിളിക്കാത്തത് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ആദ്യം ഞാൻ ഈ 15 വർഷം MLA, 5 വർഷം MP, തൃശ്ശൂർ DCC പ്രസിഡന്റും KPCC സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആളാണ്. എൻ്റെ നാട്ടിൽ ആദ്യം ഞാൻ 22 വയസ്സിൽ പഞ്ചായത്ത് മെമ്പറായ ആളാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ളതുകൊണ്ട് കല്യാണം വിളിക്കാൻ 50,000 ആളെങ്കിലും മിനിമം കല്യാണം വിളിക്കണം. ഞാൻ ആദ്യം ആലോചിച്ചു എൻ്റെ നാട്ടിലെ ബീച്ചിൽ കടപ്പുറത്ത് ഒരു കല്യാണം നടത്തിയാലോ എന്ന് ആലോചിച്ചു. എൻ്റെ സ്വപ്നങ്ങൾ വന്നായിരുന്നു എൻ്റെ മകൻ്റെ മകളെ കല്യാണം കടപ്പുറത്ത് നടത്തി എല്ലാവർക്കും കപ്പയും മീനും കൊടുക്കണം എന്നുള്ളത്. അതായത് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ എൻ്റെ വീടിന് ചുറ്റുവട്ടത്ത് കല്യാണപ്രായം കഴിഞ്ഞിട്ട് അച്ഛനില്ലാത്ത വാപ്പില്ലാത്ത പല കുട്ടികളും കാണാറുണ്ട്. ഒരു ജനപ്രതി എന്ന നിലയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് പലരും സങ്കടവും വിഷമം പറയാറുണ്ട്. ഞാൻ എൻ്റെ മകനുമായും എൻ്റെ കുടുംബക്കാരും ഭാര്യ ഉൾപ്പെടെ മക്കളുമായി സംസാരിച്ചപ്പോൾ മക്കൾ എന്നോട് പറഞ്ഞു, അച്ഛോ ആദ്യം ആളെ വിളിച്ച് ആ കല്യാണം നടത്തുന്നേക്കാൾ വേദം ഈ നമ്മുടെ വീടിന് അയൽവക്കത്തുള്ള അച്ഛനില്ലാത്ത ഒരു കുട്ടി, അച്ഛൻ 1.5 വയസ്സിന് അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ്, ആക്സിഡന്റിൽ വാപ്പ മരിച്ചൊരു കുട്ടി, ഈ പൈസ അവർക്ക് കൊണ്ടുപോയിട്ട് അവരുടെ കല്യാണത്തിന് വില കൊടുക്കണം. എൻ്റെ മക്കളുടെയും എൻ്റെ ഭാര്യയുടെയും തീരുമാനം ഞാൻ ശിരസ വഹിച്ചു. എനിക്ക് തോന്നിയത് ശരിയാണ്. ഞാനതുകൊണ്ട് എൻ്റെ കല്യാണം ചുരുക്കി നടത്തി, വളരെ ചുരുക്കി. ഗുരുവായൂർ ചെറിയ ഹോളിൽ വെച്ചാൽ ഈശ്വരവിശ്വാസിയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ മാസവും പൂരം നക്ഷത്ര നാളിൽ പോണ ഗുരുവായൂരപ്പൻ്റെ ഒരു ഡിവോട്ടിയാണ് ഞാൻ. അതുകൊണ്ട് ചെറിയ കല്യാണം നടത്തി. അതിൽ നിന്ന് ഞാൻ മിച്ച പൈസ എൻ്റെ വീടിന് തൊട്ട് 4 വീട് പടിഞ്ഞാറല്ലേ ഒരു കുട്ടിക്ക് ഞാനും ഭാര്യയും കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. ആരും അത് മൊബൈൽ എടുത്തിട്ട് കൊടുത്ത് കാണും. പിന്നെ അതേപോലെ വേറൊരു കുട്ടിക്കും ഒരു വാപ്പ ആക്സിഡന്റ് മരിച്ചൊരു കുട്ടിയാണ്, അതും എൻ്റെ വീടിന് തൊട്ടടുത്തുള്ളതാണ്. അവരെ സങ്കടം എന്താണെന്ന് എനിക്കറിയാം. അവരുടെ പ്രാർത്ഥന എന്തായാലും ഉണ്ടാവുമല്ലോ.